ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ നിങ്ങൾ പ്രമോ വിശേഷമൊക്കെ കണ്ടു കാണുമല്ലോ അല്ലെ. നമ്മുടെ അനാമികയുടെ ആ ഒരു മാറ്റമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അതാണ് നാളത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ മാറ്റം എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കും. പക്ഷേ നമ്മുടെ നയനയെ കൂടുതൽ ഞെട്ടിക്കാനൊന്നും പോകുന്നില്ല. കാരണം നയനയുടെയും നവ്യയുടെയും ഭീഷണിയെ തുടർന്നാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. നന്ദുവിനെ നമ്മുടെ അനാമിക തന്നെ സ്വീകരിച്ച് നന്ദുവിന് അനാമിക തന്നെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നത്. അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുവും അനിയും കൂടെ കണ്ട് സംസാരിക്കുന്നു. നമ്മുടെ അനിയുടെ മനസ്സ് തുറക്കുന്നു. നന്ദു ആ മനസ്സ് തുറക്കുന്നത് കേൾക്കുന്നു. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിനും ചെറിയൊരു പാവവും പുണ്യമൊക്കെ തോന്നുന്നു. തന്നെ സ്നേഹിക്കുന്ന ഒരു പുരുഷനാണല്ലോ, ഇപ്പോഴും തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണല്ലോ. ഏതൊരു പെണ്ണിന്റെയും മനസ്സലിഞ്ഞു പോവും ഇതൊക്കെ കേൾക്കുമ്പം. അതും അനാമിക വന്നിരിക്കുന്നത് തന്റെ പണം മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. കുടുംബസ്വത്ത് എങ്ങനെയെങ്കിലും അവളുടെ കൈക്കലാക്കുക, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഹനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ചേച്ചിക്കോ അമ്മയ്ക്കോ അച്ഛനോ അതുപോലെ തന്നെ അറിയാലോ എൻ്റെ നവ്യേച്ചിക്കോ അതുപോലെ നിങ്ങളുടെ കുടുംബക്കാർക്ക് അനന്തപുരി തറവാട്ടുകാർക്കോ ഞാൻ അവിടെ കയറി വരുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. അത് മാത്രമല്ല, അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് അനിയും അനാമികയും ഒത്തൊരുമിച്ച് പോകണമെന്നാണ്. അതിനിടയിൽ എന്തിനാണ് ഞാൻ വരുന്നത്? നാളെ വരാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്ത് ചെയ്യാനാ, വന്നല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് ഈ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുകയാണ്. നാളെ ഏത് ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോകേണ്ടത്, ഇതിൽ ചേരുന്ന നല്ല ഡ്രസ്സ് നോക്കി ഇട്ടുകൊണ്ട് പോകണം എന്നൊക്കെയാണല്ലോ, ചെല്ലണം എന്നൊക്കെയാണല്ലോ അനി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അനിയുടെ നിർദ്ദേശപ്രകാരം നന്ദുവിന് ചേരുന്ന ഒരു ഡ്രസ്സൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കനക കയറി ചെല്ലുന്നത്. കനക ചോദിച്ചു, ഇതെന്താ മോളെ, പുതിയ ഡ്രസ്സൊക്കെ നീ മേടിച്ചോ? അല്ല, ഒരുപാട് ഡ്രസ്സ് നിന്റെ ചേച്ചി നിനക്ക് മേടിച്ച് തന്നായിരുന്നല്ലോ അന്ന് ആദ്യം പോലീസ് ക്യാമ്പിൽ പോകാൻ നേരത്ത്. ഇപ്പോഴും എന്തിനാ ഇത്രയും മാത്രം ഡ്രസ്സൊക്കെ നീ മേടിച്ചത്? സാധാരണ നീ ഡ്രസ്സ് മേടിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. അത് പിന്നെ അമ്മ, ഇതെന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം നിനക്കൊരു മോതിരം തന്നത് രാകേഷാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗിഫ്റ്റ് ആരാ തന്നത്? അത് പിന്നെ ഇതെന്റെ വേറൊരു ഫ്രണ്ടാ. നിനക്ക് ഒരുപാട് ഫ്രണ്ട് ഉണ്ടല്ലോ ഇതുപോലെ കുറെ ഗിഫ്റ്റ് ഒക്കെ തരാനായിട്ട്. ഇപ്പം കൂടെ കൂടെ നിനക്ക് ഗിഫ്റ്റ് കിട്ടുന്നുണ്ടല്ലോ. സത്യം പറയാലോ നന്ദു, നിനക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോഴേ എനിക്കാ പേടി. എന്റെ ചങ്കു പെടയ്ക്കുക നിനക്ക് ഗിഫ്റ്റ് കിട്ടുമ്പം. ഇത് അവരൊക്കെ തന്നെ തന്നതാണോ അതോ ഇനിയിപ്പം അനി വല്ലോ നിനക്ക് കൊണ്ട് തന്നതാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം അമ്മ എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മയുടെ മനസ്സിൽ എപ്പോഴും ഇത് കിടക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. വേണ്ട, ഒരിക്കലും ഞാനും അനിയുമായിട്ടുള്ള ആ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവനെന്റെ ഫ്രണ്ട് മാത്രമാണ്, അതിനപ്പുറം ഞാനും അവനും തമ്മിലൊരു ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് കനക പറഞ്ഞത്, നീയും അവനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ നിനക്ക് കൊള്ളാം. നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ നയനേച്ചിയാ. ആ നയനേച്ചി പോലും നിന്നെ വെറുക്കും. അവനുമായിട്ട് നീ കൂട്ടുകൂടിയാലോ അവനുമായിട്ടൊരു ബന്ധം പുലർത്തിയാലോ. അതുകൊണ്ട് ഞാൻ പറയാ, നിന്റെ ചേച്ചിമാർക്ക് ദോഷം വരുന്നൊന്നും നീ ചെയ്യരുത്. നീ ഇപ്പം ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുക, പോലീസ് ക്യാമ്പിലേക്ക്. അപ്പോഴാണ് നമ്മുടെ നന്ദു പറഞ്ഞത്, അത് പിന്നെ ഞാന് അനന്തപുരി തറവാട്ടിലേക്ക് വലിഞ്ഞു കയറി ചെല്ലുന്നൊന്നും അല്ലല്ലോ. അവരെന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ ആവുന്ന തരത്തിൽ ചേച്ചിയോട് പറഞ്ഞതാ പോകുന്നില്ലെന്ന്. അപ്പൊ ഇവിടുന്ന് നവ്യ ചേച്ചി എന്നെ അങ്ങോട്ടേക്ക് വിടാൻ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? അല്ല മോളെ, നീ പോകുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, നീ പൊക്കോ. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അനിയായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അനാമിക കാണത്തക്ക വിധം ഇത് അങ്ങനെ പെരുമാറുകയോ ഒന്നും ചെയ്യരുത്. അത് ചിലപ്പം അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അനാമിക പിന്നെ അനിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ടിയൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മതി അമ്മ നിർത്ത്, മതി ഉപദേശം എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു അങ്ങ് പോവാണ്. ഇതേ സമയമാണ് കേട്ടോ നമ്മുടെ ദേവയാനി കിച്ചണിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ നയന ചെല്ലുകയാണ്. അങ്ങനെ നയന ചെന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് നന്ദു വന്നു കഴിയുമ്പോൾ ഇവിടെ എന്ത് പ്രശ്നം നടക്കുന്നൊന്നും എനിക്ക് അറിയില്ല അമ്മേ. ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നം നടക്കുവോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നന്ദു വന്നിട്ട് എന്ത് പ്രശ്നം നടക്കാന്, ഇവിടെ വേറൊരു പ്രശ്നം നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇപ്പം പഴയ പോലെ അല്ലല്ലോ, ഞാന് നന്ദുവിനെ സ്നേഹിക്കുന്ന ആള് തന്നെയാ. അതുപോലെ തന്നെ എനിക്കിപ്പോ എല്ലാം അറിയാം. അതുകൊണ്ട്
വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ മോളോട് പറഞ്ഞല്ലോ, ആ ഒരു ബന്ധം, അനിയുമായിട്ടുള്ളൊരു ബന്ധം, ആ ബന്ധം നിലനിൽക്കാൻ പാടില്ല. ഇല്ലമ്മേ, ഞാൻ അവളെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആദർശം അങ്ങോട്ട് കടന്നു വരികയാണ്. അപ്പൊ ആദർശം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ സ്വരത്തിൽ ഇച്ചിരി കടുപ്പൊക്കെ ആയിട്ടോ. നമ്മുടെ ദേവയാനി പറഞ്ഞു, അവളെങ്ങാണോ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അനിയോടെങ്ങാണം സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാല് നിന്റെ അനിയത്തിയാണെന്നൊന്നും ഞാൻ നോക്കില്ല, അവളുടെ ചെകിട് തീർത്ത് ഞാൻ കൊടുക്കും. പിന്നെ അവള് ഇനിയിപ്പോ പോലീസ് യൂണിഫോം അണിഞ്ഞ് വരാനുള്ളതാണല്ലോ, അതുകൊണ്ട് ഒരു ചെറിയ ബഹുമാനമൊക്കെ കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഇതിന് ഞാൻ സമ്മതിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് കയറി വരികയാണ് ആദർശ്. കയറി വന്നിട്ട്, അല്ല അമ്മേന്താ നന്ദുവിന്റെ കാര്യമാണോ പറയുന്നത്? അല്ല, അമ്മയ്ക്ക് ഏതായാലും നന്ദുവിനെയോ അല്ലെങ്കിൽ ഇനിയിപ്പം അവിടെ നിന്ന് വേറെ ആര് വന്നാലും, നന്ദാവനത്തിൽ നിന്ന് വേറെ ആര് വന്നാലും സ്വീകരിച്ചല്ലേ പറ്റൂ. കാരണം അവരോട് കള്ളം പറഞ്ഞിട്ടാണല്ലോ നയനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അമ്മ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് അവരുടെ മുമ്പിൽ മുഖം കറുപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് അഭിനയിക്കുന്നതല്ലേ, അവരുടെ മുമ്പിൽ ഞാൻ ചിരിച്ചു കളിച്ച് നിൽക്കും. പക്ഷേ അതുപോലെ അല്ലല്ലോ, ഇവളോട് എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റത്തുള്ളൂ. പിന്നെ അവൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അനാമിക മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ബാക്കി ഞാൻ അവൾ പോയി കഴിഞ്ഞ് പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, നിന്റെ അനിയത്തിയെ ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യണം, കെട്ടിയിട്ടാലും വേണ്ടുവേല, അവരുടെ ബന്ധം തകർക്കരുത് എന്ന് പറയണമെന്നൊക്കെ ആദർശ് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ അനാമികനെയാണ് കേട്ടോ. അപ്പൊ അനാമിക നന്ദു വരുന്ന വിവരമൊക്കെ പറയാൻ വേണ്ടി നേരെ വേണുവിന്റെയും രേവതിയുടെ അടുത്ത് ചെന്നല്ലോ. അപ്പം രേവതിക്കും വേണുവിനും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നീ ഇപ്പം അഭിനയിച്ച് തകർക്കുക, നീ ഇപ്പം അവരെ എല്ലാവരെയും അഭിനയിച്ച് ഫലിപ്പിക്കുക. ഇപ്പൊ അവര് പറഞ്ഞതുപോലെ തന്നെ നീ ഒന്നും വേറെ പ്രശ്നത്തിനൊന്നും പോകണ്ട, നന്ദു വരുമ്പം നല്ല രീതിയിൽ തന്നെ പെരുമാറുക. അതല്ലാതെ ഇനിയിപ്പം വേറൊരു മാർഗ്ഗവും ഇല്ലല്ലോ മോളെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പതിയെ 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 നമുക്ക് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയിട്ട് നിനക്ക് ഡിവോഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് നഷ്ടപരിഹാരവും മേടിക്കാനായിട്ട് പറ്റും. പക്ഷെ നീ ഇന്ന് നന്ദു വരുമ്പം പഴയ അനാമിക ആകരുത്, നീ പുതിയ അനാമികയാകണം, എല്ലാവരും ഞെട്ടിപ്പോണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇനിയിപ്പൊ അതല്ലേ പറ്റൂ, അല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ലല്ലോ. എന്തായാലും ഞാൻ ഇന്ന് അവിടെ കാണുക തന്നെ വേണം. ഞാൻ ഇന്ന് അവിടെ കണ്ടില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ കണ്ടില്ലെങ്കിൽ അവള് വരുന്നത് കൊണ്ട് പേടിച്ചോടിയതാന്ന് ചിലപ്പോൾ അവള് പറയും. അത് ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഏതായാലും ഈ സമയത്ത് തന്നെയാണ് കേട്ടോ അനാമിക അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെയാണ് നമ്മുടെ നന്ദു വരുന്നത്. അതിനു മുമ്പായിട്ട് വീണ്ടും നയനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എന്റെ അനിയത്തി വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, നീ മര്യാദയ്ക്ക് എന്റെ അനിയത്തെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ നീ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഞാനിവിടെ പറയും എന്നൊക്കെ ഇങ്ങനെ നയനെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് നമ്മുടെ അനാമിക നന്ദു വന്നു കഴിയുമ്പം നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നത്. ആദ്യം നന്ദു കയറി വരുന്നു, അപ്പൊ മോളെ കയറി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി വിളിച്ച് ഇരുത്തുകയാണ്. അതിനോടൊപ്പം നന്ദുവിന് ഇഷ്ടപ്പെട്ട കുറെ പലഹാരങ്ങളും അതുപോലെ തന്നെ കുറെ ആഹാരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് നമ്മുടെ ദേവയാനി. അതുകൊണ്ട് തന്നെ ആദർശിന് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത്ര കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അഭിനയിക്കുന്നതല്ലായിരിക്കുമല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ട് ആദർശിന്. എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഡൗട്ടുകൾ വീണ്ടും ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദു കയറി വരുന്നു. നന്ദു അനിയുമായിട്ട് മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അനാമിക, എന്താണ് അനിയോട് നീ മിണ്ടാത്തത്? നീ അനിയോട് മിണ്ടിയെന്ന് ഓർത്തുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധം വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഇനി ഒരു അകലം ഒന്നും കാണിക്കണ്ട. എനിക്കിനി എന്തെങ്കിലും തോന്നുമെന്ന് ഓർത്താണെങ്കിൽ ഞാനിപ്പോ പഴയ അനാമികയല്ല, എനിക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു പരിപാടി, അതായത് ഈ ഒരു ചീറ്റ്നെസ് ഞാൻ ഇനി അങ്ങ് നിർത്തുകയാണ്. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ഒക്കെ ആണല്ലോ, പിന്നെ ഞാൻ എന്തിനാ വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്, എനിക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വല്ലാതെ ഒരു അതിശയം തോന്നുന്നുണ്ട് ദേവയാനിക്ക്. പക്ഷെ ദേവയാനിയോട് നമ്മുടെ നയന പറയുന്നുണ്ട് കേട്ടോ, ഇതെല്ലാം അനാമികയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നതാണ്, അവൾ ഒരിക്കലും മാറിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അനിക്ക് അനാമികയുടെ മാറ്റം കണ്ടിട്ട് വലിയ അതിശയം തോന്നുന്നുണ്ട്. കാരണം അനി ഓർക്കുന്നുണ്ട്, പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മാറ്റം, അങ്ങനെ ഞാൻ തന്നെ നിനക്ക് ട്രീറ്റ് തരാം, ഞാനാണ് നിനക്ക് ഇന്ന് ഭക്ഷണം വിളമ്പി തരുന്നത്, ഞാൻ നിനക്ക് തരാം, ഇതിനു മുമ്പുള്ള നമ്മുടെ പകയൊക്കെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്കങ്ങ് അവസാനിപ്പിക്കാം എന്ന് പറയാം. അപ്പൊ എല്ലാവരും വല്ലാത്തൊരു അതിശയത്തോടു കൂടിയാണ് നമ്മുടെ നന്ദുവിന് അനാമിക തന്നെയാണ് ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഫുൾ എപ്പിസോഡുമായിട്ട് രാവിലെ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും. നമ്മുടെ എപ്പിസോഡ് ഒരു ഡയലോഗ് പോലും ഇടാതെ നമ്മൾ ഫുള്ള് പറയുന്നുണ്ട്. അതുകൊണ്ട് എപ്പിസോഡിന് കുറച്ച് ലെങ്തും കാണും. സാധാരണ നമ്മുടെ പ്രമോ വിശേഷം 10-11 മിനിറ്റ് ആണെങ്കിൽ ഫുൾ വിശേഷം നമ്മൾ ഒരു 10-18 മിനിറ്റ് 19 മിനിറ്റോളം ചെയ്യാറുണ്ട്. അത് വേറൊന്നും കൊണ്ടും അല്ല, നമ്മൾ ഫുള്ളും ഡയലോഗ് സഹിതം പറയുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം പണ്ട് മുതലേ നമ്മൾ അങ്ങനെ പറഞ്ഞു പോയി. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതാണ് ആഗ്രഹിക്കുന്നത്, ഫുള്ള് ഡയലോഗ് സഹിതം പറയുന്നു. പ്രമോ വിശേഷത്തിൽ മാത്രമാണ് ഒന്ന് ചുരുക്കി പറയുന്നത്. അപ്പം എല്ലാവർക്കും വീണ്ടും
നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പം രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഒരു 2:45 ഇന്ന് ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. 2:45 സോറി 1:45 ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് നമ്മൾ സച്ചിയുടെയും രേവതിയുടെയും പ്രമോ വിശേഷം ചെയ്യുന്നത്. അത് ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കിയോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.